ആരെനിക്കായി പോകുമെന്ന ക്രിസ്തുവിന്റെ ചോദ്യത്തിന് ജീവിതം കൊണ്ട് ഉത്തരമാകുന്നവർ. അതെ, ഇതാണ് ദൈവവിളികളെ വ്യത്യസ്തമാക്കുന്നത്. ഇത് ആരാധനാ സന്യാസ സമൂഹത്തിലെ എറണാകുളം പ്രൊവിൻസ് അംഗമായ സിസ്റ്റർ സോജ മരിയ SABS ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ആഫ്രിക്കയിൽ പോയി 6 വർഷത്തോളം സങ്കീർണമായ മിഷൻ പ്രവർത്തനം നിർവഹിച്ച് മടങ്ങിയെത്തിയ ഈ സന്യാസിനി ഇപ്പോൾ സഭയുടെ കീഴിലുള്ള തൃക്കാക്കര മേരിമാത പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പലായി സേവനം ചെയ്യുന്നു. ദിവ്യകാരുണ്യനാഥന്റെ തണലിലെ മഹത്വമേറിയ സന്യാസ ജീവിതത്തിന്റെ അനുഭവങ്ങളും ആഫ്രിക്കൻ മിഷൻ അനുഭവങ്ങളും സിസ്റ്റർ സോജ മരിയ നമ്മോട് പങ്കുവയ്ക്കുന്നു. പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിന്നിരുന്ന ഒരമ്മച്ചിയോട് ഒരു 8 വയസ്സുകാരി ചോദിച്ചു, എന്തിനാണ് കരയുന്നതെന്ന്. അമ്മച്ചി പറഞ്ഞു, മോളെ, ഈ കുർബാനയ്ക്ക് മുമ്പിലാണ് ഞാൻ എൻ്റെ വിഷമങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത്, ഇറക്കി വയ്ക്കുന്നത്. ഇന്ന് ആ 8 വയസ്സുകാരി ഒരു സ്കൂളിലെ പ്രധാന അധ്യാപികയാണ്, ഒരു സന്യാസിനിയാണ്. നമ്മളോടൊപ്പം കഴിഞ്ഞ എപ്പിസോഡിലുണ്ടായിരുന്ന തൃക്കാക്കര മേരിമാത പബ്ലിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ സോജ മരിയ തുടരുകയാണ്. സിസ്റ്റർ, ഏറെ സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. താങ്ക് യു സിസ്റ്റർ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ആഫ്രിക്കയിലെ സിസ്റ്ററിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഒത്തിരി പ്രതീക്ഷകളൊന്നും ഇല്ലാതിരുന്ന ഒരു സ്കൂളിനെ, ഏകദേശം 40 വർഷത്തോളമായിട്ട് ഏറെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു സ്കൂളിനെയാണ് സിസ്റ്റർ 1 വർഷം കൊണ്ട് തമ്പുരാൻ്റെ ഇടപെടലിലൂടെ വളരെ വലിയ മികച്ചൊരു നേട്ടത്തിലേക്ക് എത്തിച്ചത്. ആ ഒരു ഇൻസിഡൻറ്റ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും സിസ്റ്ററിന് എത്രമാത്രം സന്തോഷം നൽകുന്നതായിരുന്നു? കെനിയയിൽ മെറു എന്ന സ്ഥലത്തുള്ള മോജുവ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനയെക്കുറിച്ച് പറയാനാണ് സിസ്റ്റർ ആഗ്രഹിക്കുന്നത്. അവിടെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, ഒത്തിരിയേറെ സാമ്പത്തികമായും മറ്റു തരത്തിലും ബുദ്ധിമുട്ട് അനുഭവിച്ച് തകർച്ചയിലൂടെ കടന്നുപോയ ഒരു സ്ഥാപനമായിരുന്നു. അപ്പോൾ ദൈവം എങ്ങനെയാണ് എന്നെ പരിപാലിച്ചത്, അല്ലെങ്കിൽ അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൈവവിളി എന്നതിനെ കോട്ട് ചെയ്യാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ജനിക്കുന്ന 1979 1969 സ്കൂള് ഒരുവിധം ബുദ്ധിമുട്ടിൻ്റെ സമയങ്ങളിലൂടെ കടന്നാണ് 2008 ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ ഇത്രയേറെ കാലഘട്ടങ്ങളിൽ വളരെയേറെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ സിസ്റ്റർ അവിടെ അപ്പോയിൻമെൻ്റ് ആകുകയും 1 വർഷത്തിനുള്ളിൽ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം മനസ്സിലാക്കി ഏറ്റവും വലിയ ദൈവത്തിൻ്റെ പരിപാലനയും സ്നേഹവും കൊണ്ട് നമുക്ക് ആ സ്കൂളിനെ ഉയർത്തിക്കൊണ്ടുവരുവാനും അവർക്കെല്ലാവർക്കും അർഹതപ്പെട്ട സാലറിയും ഗ്രാറ്റുവിറ്റി എല്ലാം കൊടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അന്ന് സിസ്റ്റർ അത് ചെക്ക് സൈൻ ചെയ്തിരിക്കുമ്പോൾ ഒരു സ്റ്റാഫ് വന്ന് പറഞ്ഞ കാര്യം ഇപ്പോഴും സിസ്റ്റർ വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. എൻ്റെ 2 കൈയും ചേർത്ത് പിടിച്ചുകൊണ്ട് മാഗ്ദലിൻ എന്ന ആ സ്ത്രീ എൻ്റെ അവിടെ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, സിസ്റ്റർ, യു ആർ ആൻ ഏഞ്ചൽ, ഗോഡ് ഗിവൺ അസ് ഫോർ അസ് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് എൻ്റെ കൈ രണ്ടും കരഞ്ഞ കണ്ണുനീരുകൾ ഇപ്പോഴും എൻ്റെ കയ്യിൽ വീഴുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുവാണ്. അത്രയും സ്നേഹത്തോടുകൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൈകളിൽ കിടന്ന് കരയുമായിരുന്നു. കാരണം ഒട്ടും പ്രതീക്ഷയിൽ ഇനി ഞങ്ങൾക്കൊന്നുമില്ല എന്നൊരു ഫ്രീ സർവീസ് പോലെയാണ് അവർ ഈ വർഷങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ദൈവം ഇന്നും ജീവിക്കുന്നു എന്നുള്ളത്, ദൈവം അതിനുവേണ്ടി സിസ്റ്റർ സോജയെ ഒരുക്കി എന്നുള്ളതൊക്കെ അവർക്കും കൂടി ആ ദൈവത്തെ അനുഭവിക്കാനായിട്ട് ആ ഒരു സംഭവത്തിലൂടെ സാധിച്ചു. ഇന്നും എനിക്ക് പല കാര്യങ്ങളും ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം, ഇത്രമാത്രം എന്നെ താങ്ങിയൊരു ദൈവം ഇന്നും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത്. ഓരോ അൾത്താരയ്ക്ക് മുൻപിലും സമർപ്പണം ചെയ്യുന്ന സന്യാസ ജീവിതങ്ങൾ, സഭാമക്കൾക്ക് അമ്മയായും സഹോദരിയായും എരിഞ്ഞു തീരുന്ന ജീവിതങ്ങൾ, ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമായി മാറുന്ന സഭയുടെ ജീവനാഡിയായ സന്യാസം. അതെ, ദിവ്യകാരുണ്യത്തിൻ്റെ തണലിൽ ജീവിക്കുന്ന സന്യാസത്തിൻ്റെ സൗന്ദര്യത്തെ അത് ജീവിക്കുന്ന ഈ വ്യക്തിത്വങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. എനിക്കൊന്നും ഒരു സന്യാസിനി ആയില്ലായിരുന്നെങ്കിൽ സിസ്റ്ററിന് ഒരിക്കലും അങ്ങനൊരു അവസരം, അങ്ങനൊരു വാക്ക് കേൾക്കാൻ, നിങ്ങളൊരു മാലാഖയാണ്
എന്ന് സിസ്റ്ററിനെ പറ്റി ഒരാൾ പറയുന്നത് കേൾക്കാൻ ഒരുപക്ഷെ സന്യാസിനി ആയില്ലായിരുന്നുവെങ്കിൽ അവസരം കിട്ടുമെന്ന് തോന്നുന്നില്ല. അതൊക്കെയാണ് സന്യാസത്തിൻ്റെ ഓരോ തമ്പുരാൻ നടത്തുന്ന വഴികളെന്ന് പറയുന്നത്. മറ്റൊരാളുടെ ജീവിതത്തിൽ മാലാഖ പോലെ ഇടപെടാനൊക്കെ ആയിട്ട് ഈ വെള്ള വസ്ത്രത്തിന് ശരിക്കും വെള്ള നിറമാണെന്ന് തോന്നുന്ന കുറേ അവസരങ്ങൾ, മാലാഖയുടെ വെള്ളയാണിത് എന്ന് തോന്നുന്ന കുറേ അനുഭവങ്ങൾ സിസ്റ്ററിന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കൂടാതെ അതിനോട് കൂട്ടിച്ചേർക്കാനായിട്ട് സിസ്റ്റർ ആഗ്രഹിക്കുന്ന ആഫ്രിക്കയിലാണെങ്കിലും ഈസ്റ്റ് ആഫ്രിക്കയിൽ, ഉഗാണ്ടയിലും ടാൻസാനിയയിലും കെനിയയിലും വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു ഈ 6 വർഷത്തിൽ. അതിൽ 3 പുതിയ ഹൗസുകൾ തുടങ്ങാനായിട്ട്, അതിൻ്റെ ഒരു പൈനിയറായിട്ട് തീരാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെയേറെ അഭിമാനം തോന്നുവാണ്. കാരണം ഞാൻ 2014 തിരിച്ചു പോകുന്നതിന് മുമ്പാണ് ഉഗാണ്ടയിൽ നിന്ന് ആർച്ച് ബിഷപ്പ് ഇൻവൈറ്റ് ചെയ്യുന്നത് ഞങ്ങൾ. അപ്പോൾ അന്ന് PG കഴിഞ്ഞ് ആരെങ്കിലും ഉഗാണ്ടൻ മാർട്ടേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് ചേരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. അപ്പോൾ PG കഴിഞ്ഞ് അന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബിസിനസ് മാനേജ്മെൻ്റ് ഒക്കെ പഠിപ്പിക്കാനായിരുന്നു. അപ്പോൾ MCOM ആണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എനിക്ക് ഉഗാണ്ടയ്ക്ക് പോകാനും, ഉഗാണ്ടയിൽ നിന്ന് നമ്മളെ എപ്പോഴും തമാശയ്ക്കാണെങ്കിൽ നമ്മൾ ഉഗാണ്ടയ്ക്ക് കൊണ്ടേ വിടുമെന്നൊക്കെ നമ്മൾ പറയുന്നത് അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അതൊരു അനുഭവമായി മാറാൻ, ഉഗാണ്ടയിലെ ആ മനുഷ്യരോടുള്ള ജീവിതത്വവും 1 വർഷമായിരുന്നെങ്കിലും ഏറ്റവും നന്നായ രീതിയിൽ ആ പാവങ്ങളോട് കൂടെ ജീവിക്കാനും വളരെ വലിയൊരു ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഇന്നും എന്നെ ദൈവത്തിൻ്റെ ആ ഒരു കൂടെ നടക്കുന്ന ഒരു അനുഭവത്തിൽ എനിക്ക് ഒത്തിരിയേറെ പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ്. ഉറപ്പായിട്ടും ശ്രീ ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിന്നപ്പം എനിക്ക് തോന്നുന്നു ഒരു 35 വയസ്സിനുള്ളിൽ ഒരു 3 മഠങ്ങൾ സ്ഥാപിച്ച്, ഭാവിയിൽ നാളാഗമൊക്കെ ആൾക്കാരെടുത്ത് നോക്കുമ്പോൾ ഒരു നാളകം എടുത്ത് നോക്കുമ്പോഴേക്കും മഠം സ്ഥാപിച്ച ആളാരാണ് സിസ്റ്റർ സോജ എന്ന് എഴുതിയിരിക്കുന്ന കാണാനൊക്കെ പറ്റും. അപ്പോൾ ഈശോ നമ്മളെ കൊണ്ടുനടത്തുന്ന വഴികളാണെന്ന് സിസ്റ്റർ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദൈവം നമ്മളെ വിരിച്ചിട്ടുണ്ട്, ഒരു നിയോഗം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറ്റി എത്തിക്കേണ്ടടുത്ത് എത്തിക്കും, ചെയ്യേണ്ട മിഷനുകൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നുള്ള അതിനൊരു പ്രചോദനം നമുക്ക് തരുമെന്നുള്ളതാണ്. എസ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ നമുക്ക് അതിനോടൊരു സ്നേഹവും തമ്പുരാനോടുള്ള ഒരു വിധേയത്വവും. ഉറപ്പായിട്ടും നമ്മൾ ഈ ആഫ്രിക്കയിലെ വിശേഷങ്ങൾ പറയുമ്പോൾ സിസ്റ്റർ ഉറപ്പായിട്ടും ഇടവകയോടും ചേർന്ന് നിന്നിട്ടുണ്ടാകും, അവിടുത്തെ ഇടവക പ്രേക്ഷിതത്തോടും ചേർന്ന് നിന്നിട്ടുണ്ടാകും. ഇടവക, കുടുംബം, ഇങ്ങനെയുള്ള കൺസെപ്റ്റൊക്കെ അവിടെ പറയുമ്പോഴേക്കും നമ്മുടെ ഈ നാട്ടിലെ പോലെ തന്നെയാണോ, അതോ അതിൽ നിന്ന് വിഭിന്നമാണോ? സഭയുടെ പ്രവർത്തനങ്ങളൊക്കെ കുടുംബങ്ങളിലൊക്കെ എങ്ങനെയാണ്? അത്തരം കാര്യങ്ങൾ കൂടെ സിസ്റ്റർ പെട്ടെന്നൊന്ന് പറയാമോ? നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ആഫ്രിക്കൻ മിഷനിൽ ചെയ്യാനുണ്ട്. നമ്മൾ ജനിച്ചു വളരുന്നത് തന്നെ വളരെ ഭക്തിയോടും അല്ലെങ്കിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു സാഹചര്യത്തിലാണ്. അവിടെയെന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ട് എനിക്കറിയാവുന്നത് കുടുംബങ്ങൾ എന്ന് പറയുന്നത്, കുടുംബ ബന്ധങ്ങൾക്ക് വളരെ പ്രാധാന്യമൊന്നും കൽപ്പിക്കാത്തൊരു സമൂഹമാണ്. സ്കൂളിലാണേലും കുട്ടികൾ, നമ്മൾ കുടുംബത്തിൽ ചെന്നാലും ഗ്രാൻഡ് പേരൻസ് ആണ് കുട്ടികളെ നോക്കുന്നത്. കൂടുതൽ പേരും സിംഗിൾ മദേഴ്സാണ്. ഫാദർ ആരാന്ന് ചോദിച്ചാൽ വളരെ റെയറായിട്ടുള്ളവർ വരെ മാത്രമേ ഹസ്ബൻഡും വൈഫും ഒരു റിലേഷനിൽ അവിടെ മുന്നോട്ട് പോകുന്നുള്ളൂ. ദാറ്റ് അവരുടെ കൾച്ചർ അങ്ങനെയാണ്. അപ്പം നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നി, ഇതൊക്കെ എന്താണ് ഇങ്ങനെ ജീവിക്കുന്നത്, യാതൊരുവിധ മൊറാലിറ്റി ഇല്ലല്ലോ, കുടുംബങ്ങളിൽ ബന്ധങ്ങളില്ല. അവർക്ക് ആകെ വരുന്നത് സൺഡേസിലെ കാര്യങ്ങളാണ് മാത്രമാണ് ഒരു ശുശ്രൂഷയായിട്ട് വരുന്നത്. നമ്മൾ ഇവിടെ നിന്ന് മലയാളികളും അല്ലെങ്കിൽ മിഷണറീസ് ചെന്നാണ് അവർക്ക് ആധ്യാത്മിക കാര്യങ്ങൾ എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാം ജീവിക്കുന്ന ജീവിതം എന്താണെന്ന് പോലും അവരെ, വസ്ത്രധാരണം പോലും പഠിപ്പിച്ചത് ഡോൺ ബോസ്കോ ഫാദേഴ്സാണ്. നമ്മുടെ മലയാളികളായ ഡോൺ ബോസ്കോ അച്ഛന്മാരാണ് വസ്ത്രം ഉടുപ്പിക്കാൻ പോലും അവരെ പഠിപ്പിച്ചത്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി വിദ്യാഭ്യാസത്തിൻ്റെ ഓരോ കാര്യങ്ങളും, എന്ത് ചെയ്യണം, എങ്ങനെ ഒരു സ്റ്റാൻഡേർഡായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ പ്രാർത്ഥനയും തമ്പുരാനും ഒക്കെ ജീവിതത്തിൽ എന്താണ് എന്നൊക്കെ ഒരു ബോധ്യവും അതിനൊരു കുടുംബത്തിനൊരു അടിസ്ഥാനം കൊടുക്കുന്നത് നമ്മുടെ അല്ലെങ്കിൽ മിഷണറിമാരുടെ ഒരു ചൈതന്യമാണ്. അപ്പോൾ അതിൽ ഒത്തിരിയേറെ ചെയ്യാനായിട്ട് കത്തോലിക്ക സഭയ്ക്ക് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പോകുന്ന മിഷണറിമാർ ഒത്തിരിയേറെ സഹായിക്കുന്നുണ്ട്. ഞങ്ങളാണേലും ഒത്തിരി കുട്ടികളെ നമ്മൾ വിദ്യാഭ്യാസത്തിനാണേലും കുടുംബങ്ങൾ നന്നാവട്ടെ എന്ന് ഓർത്ത്, ഞങ്ങളുടെ സ്ഥാപക പിതാവിനെ സംബന്ധിച്ചിടത്തോളം കരകളെ അല്ലെങ്കിൽ പ്രദേശങ്ങളെ നവീകരിക്കാൻ വേണ്ടി സ്ത്രീ വിദ്യാഭ്യാസത്തിനാണ് പിതാവ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അപ്പോൾ പെൺപള്ളിക്കൂടങ്ങൾ എന്നുള്ളൊരാശയമായിരുന്നു പിതാവിന്. അപ്പോൾ ആ ഒരു ക്യാരിസം തന്നെ നമ്മൾ അവിടെ കൊണ്ടുപോയി, നമ്മൾ ഗേൾസ് സ്കൂളുകളാണ് കൂടുതൽ. കാരണം ഗേൾസിനെ സമുദ്ധരിച്ചുകൊണ്ട് അവരിലൂടെ കുടുംബങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക. അപ്പം അങ്ങനെയാണ് നമ്മളെല്ലാ ഫാമിലീസിലേക്കും കടന്നു ചെല്ലും. അവർക്കൊരിക്കലും നമ്മുടെ പോലത്തെ കുക്ക്ഡ് ഫുഡൊന്നുമല്ല. ശരിക്കും നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ വാഴയെന്നായിരിക്കും വാഴപ്പഴം പറിച്ചായിരിക്കും തരുന്നത്, അല്ലെങ്കിൽ ചോളം പറമ്പിൽ അവർക്ക് നമ്മൾ അരി ആഹാരത്തിന് വരെ അവർ ചോളം ഉപയോഗിക്കുന്നത്. വേഗം പോയി ഒരു ചോളം പറിച്ചുകൊണ്ട് വരും. അല്ലെങ്കിൽ പശുവൊക്കെ ഒത്തിരി ഉള്ളുണ്ട് അവർക്ക്, അപ്പോൾ പെട്ടെന്ന് പാല് കറന്നുകൊണ്ട് വരും. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ കുടിക്കുക. നമ്മളതൊന്നും ശീലിച്ചിട്ടില്ലെങ്കിൽ പോലും
എല്ലാം അവർ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നു. അവർ സിവിലൈസ്ഡ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ട ഫോർമേഷനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം, പ്രാർത്ഥന, അങ്ങനെ ഒരു ചട്ടക്കൂടിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുന്നു. അവരുടെ ലൈഫിന് നമ്മൾ പൊതുവേ നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിനോ അല്ലെങ്കിൽ വിശ്വാസത്തിനോ ഒന്നും വളരെ സ്ഥായിയായ ഒരു അടിസ്ഥാനമില്ലാത്തൊരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമ്മൾ ഒത്തിരിയേറെ വേദനിപ്പിക്കും. കാരണം ഒരു ഗ്രാൻഡ് പേരൻറ്റ് 3-4 കുട്ടികളെയൊക്കെ വളർത്തുന്നു അല്ലെങ്കിൽ ഫീഡ് ചെയ്യുന്നതൊക്കെ ഗ്രാൻഡ് പേരൻസ് ആണ്. അവരുടെ അമ്മമാരെന്ന് പറയുന്നത് ഇങ്ങനെ കുട്ടികളെ ഉണ്ടാക്കി അവരുടേതായ രീതിയിലേക്കൊക്കെ നടക്കുവാണ്. അവർക്ക് അതിൻ്റെ പ്രാധാന്യം എന്താണെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൺവിക്ഷനോ ഒന്നുമില്ല. ജീവിതത്തെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ അങ്ങനെയൊന്നുമില്ല. പിന്നെ സൺഡേസിൽ നമുക്ക് ഭയങ്കര സൺഡേ ഏറ്റവും നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ആഫ്രിക്കൻസ് ആണെന്ന് ഞാൻ പറയും. കാരണം ഏർലി മോർണിംഗിൽ അവർ ഡ്രസ്സ് വിട്ട് പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ കുർബാന എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര ഒരു ആഘോഷമാണ്. കാരണം ബൈബിൾ പ്രൊസഷൻ അതൊക്കെ വായനയ്ക്ക് വേണ്ടി ബൈബിൾ കൊണ്ടുവരുന്നത് കണ്ടാൽ എന്ത് ആഘോഷമായിട്ട് എല്ലാം ഡാൻസ് ചെയ്ത് പാട്ട് ചെയ്ത് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത് പോലെ ദാവീദിൻ്റെ കീർത്തനങ്ങൾ പോലെയാണ് അവരുടെ ഓരോ കുർബാനയും എന്ന് പറയുന്നത്. ആഘോഷമാണ് അവർക്ക്. അതെന്ന് വെച്ചാൽ പള്ളിയിൽ ഒരു ഫുൾ ഡേ പള്ളിയിലാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോഴേ നമ്മൾ കൊടുക്കുന്ന കാര്യത്തിന് നമുക്ക് എന്താണ് ഫാസ്റ്റ് ഇഫക്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ അവസ്ഥയും ആഫ്രിക്കയിൽ ഇത് നോക്കുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് അപ്പം നമ്മൾക്ക് ഫലം കാണാനായിട്ട് സാധിക്കും. ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുത്താൽ ആ കുഞ്ഞുങ്ങൾ അത് ഇമിറ്റേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇന്ന് ഒരുമിച്ച് കൂടുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു കൊടുത്താൽ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ മോശമാണ് അങ്ങനെയൊന്നും പോകരുതെന്ന് പറഞ്ഞു കൊടുത്താൽ അവർ ചെയ്യാനുള്ളൊരു ദാഹം കാണുക. അവർക്ക് ആരും അതുപോലെ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ അതാണ് നമ്മുടെ രണ്ടിൻ്റെയും കൾച്ചറിൻ്റെ വ്യത്യാസം. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കിട്ടുന്നു, അതുകൊണ്ട് നമുക്കതിൻ്റെ ആവശ്യം മനസ്സിലാകുന്നില്ല. അവർക്കൊന്നുമില്ല, പറഞ്ഞു കൊടുക്കാനും ഒന്നുമില്ല. അതുകൊണ്ട് കിട്ടുന്നത് അവർക്ക് എന്താണ് ഭയങ്കര വാല്യൂബിൾ ആണത്. ഉറപ്പായിട്ടും സിസ്റ്റർ ഇത് പറയുമ്പം എനിക്ക് തോന്നുന്നു വലിയൊരു സമൂഹത്തെ, അത്ര പരിഷ്കൃതമൊന്നുമല്ലാത്തൊരു സമൂഹത്തെ ഒരു നിലവാരത്തിലേക്ക്, നല്ലൊരു സംസ്കാരത്തിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ അച്ഛന്മാരും നമ്മുടെ സിസ്റ്റർമാരൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്രമാത്രം അത് അംഗീകരിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളതിനെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. കാരണം ഒത്തിരിയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് നമ്മുടെ അച്ഛന്മാർ സിസ്റ്റർമാരെന്നൊക്കെ പലരും മറന്നു പോകാറുണ്ട്. പക്ഷേ ഉറപ്പായിട്ടും സിസ്റ്ററിൻ്റെ വാക്കുകളിൽ നിന്നുണ്ട് വലിയൊരു സമൂഹത്തെ ഒരു നിലവാരത്തിലേക്ക്, സംസ്കാരത്തിലേക്ക് എത്തിച്ചത് നമ്മുടെ ഇവിടെ നിന്ന് ചെന്ന അച്ഛന്മാരും സിസ്റ്റർമാരും ഒക്കെയാണെന്നുള്ളത്. അതുകൊണ്ട് അതിനോട് കൂട്ടിച്ചേർക്കാനായിട്ട് സിസ്റ്റർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ് കെവിൻ. അത് ഞാൻ ആദ്യമേ തന്നെ പറയുന്നതാണ്. നമ്മളാരും മനസ്സിലാക്കില്ല, നമ്മളെ ആരും അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ദൈവം നമ്മളെ കാണുന്നു എന്നുള്ളതാണ് സിസ്റ്റർ പറയാനായിട്ട് ആഗ്രഹിച്ചത്. കാരണം ഇങ്ങനെ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനായിട്ട് സാധിക്കും, എത്രമാത്രം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ആരുണ്ടാക്കിയാലും എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട്. കാരണം ഇന്ന് വരെ എന്നെ നയിച്ച ഒരു ശക്തി ഇന്നും എന്നെ താങ്ങുന്നു എന്നുള്ളൊരു ബോധ്യം. അപ്പോൾ ആ ഒരു അനുഭവം എന്ന് പറയുന്നത് അത് നമ്മൾക്ക് എങ്ങനെയാണ് നമ്മളത് ഷെയർ ചെയ്യാമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് ആ ഒരു അനുഭവം, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് സ്പെഷ്യൽ. ഉറപ്പായിട്ടും ഓരോ വൈദികനും ഓരോ സന്യാസിനിയും ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. ആരില്ലെങ്കിലും ഞാൻ എത്രമാത്രം ഏകാന്തതയിലൂടെ കടന്നു പോയാലും എനിക്ക് എൻ്റെ ദൈവമുണ്ട് എന്ന ചിന്തയാണ് ഓരോ വൈദിക ജീവിതത്തെയും അല്ലെങ്കിൽ ഒരു സന്യാസിനിയുടെ ജീവിതത്തെയും ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നത്. ക്രിസ്തുവിനായി ജീവിതം സമർപ്പണം ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ ഓരോ ദൈവവിളിയും ദൈവത്തിൻ്റെ അമൂല്യമായ തിരഞ്ഞെടുപ്പാണ്. സഭയ്ക്കും സമൂഹത്തിനും നന്മ നൽകാൻ ദൈവം അവരെ ഉപകരണമാക്കുന്നു. കർത്താവിൻ്റെ കരം അവരിലൂടെ നാം ദർശിക്കുന്നു. ഒരു 6 വർഷക്കാലം ആഫ്രിക്കയിൽ സേവനം ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് എത്തുകയാണ്. എനിക്കൊന്ന് കഴിഞ്ഞൊരു 6-7 വർഷമായിട്ട് ഇവിടെ പലയിടങ്ങളിലായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. ഇപ്പോൾ ഈ സ്കൂള് പ്രിൻസിപ്പളായിട്ട് സേവനം ചെയ്യുന്നത് വരെ എന്തൊക്കെയായിരുന്നു തിരിച്ചു വന്നതിന് ശേഷമുള്ള ശുശ്രൂഷകൾ? തിരിച്ച് ഞാൻ ആഫ്രിക്കയിൽ നിന്ന് വന്നു കഴിഞ്ഞ് പിന്നെ എം.എഡ് പഠിക്കാനായിട്ട് പാലക്കാട് പോവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് എം.എഡ് കഴിയുമ്പോൾ തന്നെ മേരിമാത പബ്ലിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ട് മദർ അപ്പോയിൻ്റ് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന്, കാരണം ആഫ്രിക്കയിൽ ആ പ്രിൻസിപ്പളായിട്ട് നാട്ടിൽ അങ്ങനെ ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം ആദ്യമായിട്ടാണ് ഏറ്റെടുക്കുന്നത്. ദൈവത്തിൻ്റെ പരിപാലനം കൊണ്ട് നന്നായിട്ടത് ചെയ്യാനായിട്ട് സാധിച്ചു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ആയിരുന്നുകൊണ്ട് തന്നെ പഠനവും കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിച്ചു. എം.ഫിൽ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ PhD കണ്ടിന്യൂ ചെയ്യുവാണ്. ഓൾമോസ്റ്റ് അവസാനിക്കാറായി. അങ്ങനെ ദൈവത്തിൻ്റെ പരിപാലനം കൊണ്ട് ഒത്തിരിയേറെ ദൈവാനുഗ്രഹത്തിൻ്റെ തണൽ ഇപ്പോഴും അനുഭവിക്കാനും ആസ്വദിക്കാനും അതാണ് എന്നെ നയിക്കുന്ന മുന്നോട്ടുള്ള ശക്തി എന്നുള്ളത് എനിക്ക് തിരിച്ചറിയാനും സാധിക്കുന്നുണ്ട്. അങ്ങനെ വളരെ മനോഹരമായിട്ട് ഒരു സന്യാസിനി എന്ന രീതിയിലും ഒരു അധ്യാപിക എന്ന രീതിയിലും മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്,
ദൈവവിളി ഒത്തിരി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ്, ഒരു ടേമാണ്. സിമ്പിളായൊരു ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് ശരിക്കും സിസ്റ്ററിൻ്റെ കാഴ്ചപ്പാടിൽ ദൈവവിളി എന്ന് പറയുന്നത്? അനേകായിരങ്ങളിൽ നിന്ന് എന്നെ കണ്ടറിഞ്ഞു ഈ വളമംഗലം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ എന്തുമാത്രം ഗേൾസും എല്ലാ തരത്തിലും ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു, അതിൽ ദൈവം സോജയെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് എൻ്റെ ഒരു നന്മയും കണ്ടിട്ടില്ല. ഇന്നും എനിക്കറിയാനായിട്ട് സാധിക്കും. ഒരു നന്മയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണമോ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് എന്നെ അവിടെ നിന്ന് തിരഞ്ഞെടുത്ത സമയം മുതൽ എന്നെ കൊണ്ടുപോയ ഓരോ കാലഘട്ടങ്ങൾ ഇപ്പോഴും എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം 3 കുട്ടികളാണ് ഞങ്ങളെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഞാനാണ് ഫസ്റ്റ് ബോൺ അല്ലേ. ഫസ്റ്റ് ബോൺ നമ്മൾ കളിയായിക്കൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ആദ്യത്തെ കുട്ടി കടിഞ്ഞൂൽ പൊട്ടാണെന്നൊക്കെ പറയും. അതുപോലെ വീട്ടിൽ എന്നെ കളിയാക്കുമായിരുന്നു. കാരണം പഠിക്കാനായിട്ട് ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റേ ആയിരുന്നുള്ളൂ. എൻ്റെ ബ്രദറും സിസ്റ്ററും വളരെ നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാരായിരുന്നു. കോളേജിലെ ടോപ്പും ട്രോഫീസൊക്കെ കിട്ടിക്കൊണ്ടിരുന്നവരാണ്. അപ്പോൾ ഞാൻ ഓർക്കുവാണ് ഇന്നത്തെ ലെവലിൽ നിൽക്കും. അവർ രണ്ടുപേരും PG കഴിഞ്ഞു സെറ്റും ഒക്കെ പാസ്സായവരാണെങ്കിൽ കൂടെ വിദ്യാഭ്യാസം ലെവല് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഞാനാണ് അവരെക്കാളും ടോപ്പിൽ നിൽക്കുന്നത്. കാരണം PhD വരെയും എത്തി നിൽക്കുന്നു എന്നുള്ളത്. അപ്പം ഞാൻ ഓർക്കുവാണ് ദൈവമാണ് ഇതൊക്കെ നിശ്ചയിക്കുന്നത്. അന്ന് നമ്മളൊരു കടിഞ്ഞൂൽ പൊട്ടായിരുന്ന എന്നെ ഇത്രയും മാത്രം ദൈവം ഉയർത്തിയെങ്കിൽ ഇതാണ് ദൈവവിളി എന്ന് ഞാൻ പറയും. ദൈവം കരപിടിച്ച് നടത്തുന്നതാണ് ദൈവവിളി, അവൻ്റെ നിയോഗം ചെയ്യാനായിട്ട്. ആ ദൈവത്തിനൊരു നിയോഗമുണ്ട്. ആ നിയോഗത്തിലേക്ക് ചെയ്യാനായിട്ട് ഇന്ന് ഈശോയ്ക്ക് കാലുകളില്ല കൈകളില്ല. ഇല്ല, നമ്മൾ സൊഡാലിറ്റിയിൽ പ്രാർത്ഥിക്കുന്ന. അപ്പം ഇന്ന് ഈശോയുടെ കൈയാകാൻ, ഈശോയുടെ മനസ്സാകാൻ, ഈശോയ്ക്ക് വേണ്ടി കാലുകളാകാൻ, ഈശോയുടെ ദൗത്യം ഏറ്റെടുക്കാൻ ദൈവം എവിടെയൊക്കെയോ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു. അത് വ്യക്തിപരമാണ്. അതിനൊരു സൗന്ദര്യമുണ്ട്, അതിന് വലിയൊരു ആകർഷണമുണ്ട്, അതിൻ്റെ സന്തോഷമുണ്ട്. ആ വേദനയേക്കാൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അതിനേക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ കൃപയുടെ ഒരു തണലിൻ്റെ ഒരു സാമീപ്യമുണ്ട് നമുക്ക്. അത് അനുഭവിച്ചറിയുമ്പോൾ നമുക്ക് ഒന്നിനോടും നോ പറയാൻ പറ്റത്തില്ല. എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ആരൊക്കെ നമ്മളെ കളിയാക്കിയാലും ഒന്നുമല്ല എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും. എനിക്ക് സന്യാസത്തിൽ വളരെയേറെ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സന്യാസ ദൈവവിളികൾ പോലെ തന്നെ ഓരോ ക്രൈസ്തവ ജീവിതവും കൂടുതൽ പ്രേക്ഷിതത്വത്തിലേക്കുള്ളൊരു വിളിയാണ്. എല്ലാ വിളിക്കും അതിൻ്റേതായ ദൗത്യമുണ്ട്. ഈശോയോട് ചേർന്ന് നിർവഹിക്കേണ്ടതായ ഒരു കടമ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഓരോ ക്രൈസ്തവ ജീവിതവും ഒത്തിരിയേറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ്. സന്യാസത്തിന്റെ സൗന്ദര്യം അത് ക്രിസ്തുവിനെ പ്രതി ജീവിക്കുന്നവർ തന്നെ ഇവിടെ പങ്കുവയ്ക്കുന്നു. ദൈവം പേര് ചൊല്ലി വിളിച്ചു ചേർത്ത് ദൈവത്തിന്റെ കൃപയാൽ അഭിഷേകം ചെയ്യുന്ന ഈ ജീവിതങ്ങൾ, ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ ആശ്രയം തേടുന്ന ഈ മക്കളെ അവിടുന്ന് ലോകം മുഴുവൻ അവിടുത്തെ വചനത്തിന്റെ സാക്ഷ്യമേകാൻ നയിക്കുന്നു. സിസ്റ്റർ പറഞ്ഞൊരു വാക്യം എനിക്ക് സന്യാസ ജീവിതം ഒത്തിരി സന്തോഷം നൽകുന്നതാണ്. ഈ സമൂഹം പറയുന്നത് ഒത്തിരി സങ്കീർണത നിറഞ്ഞതും പ്രതിസന്ധി നിറഞ്ഞൊന്നാണ്. ഈ സന്യാസം നൽകുന്നൊരു ആനന്ദം ഉണ്ടല്ലോ, അത് ശരിക്കും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? അതോ ഒത്തിരി ഈ പറഞ്ഞ ഒത്തിരി ബലം പിടിച്ചും ഒത്തിരി സങ്കടങ്ങൾ നിറഞ്ഞുമാണോ ഈ സന്യാസം കടന്നു പോകുന്നത്? അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള അതാണ് ഓരോരുത്തരും അനുഭവിക്കുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് ഞാൻ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഇതനുസരിച്ച് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തെ അപ്രീഷിയേറ്റ് ചെയ്യണം, എന്നെ പരിഗണിക്കണം, എനിക്കോരോ പൊസിഷൻ തന്നെ. അങ്ങനെയൊക്കെ ആംഗിളിലേക്ക് നമ്മൾ കൂടുതൽ ഡൈവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് കെവിൻ പറഞ്ഞതുപോലെ എപ്പോഴും എന്നെ അംഗീകരിച്ചില്ല അല്ലെങ്കിൽ എപ്പോഴും ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു സ്ഥിതി വരാം. പക്ഷേ നമ്മൾ അവിടെ കാണേണ്ടത്, അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എല്ലാവർക്കും ഒരു മിഷൻ എക്സ്പീരിയൻസ് നല്ലതാണെന്നുള്ളതാണ്. കാരണം മിഷൻ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കും. എല്ലാവരും ഒന്ന് ആഫ്രിക്കയിൽ പോയിട്ട് എന്നാൽ കൂടെ എവിടെയാണെങ്കിലും ഒരു മിഷൻ എക്സ്പീരിയൻസ് നമ്മളെ എന്താണ് ഈ ഒരു അനുഭവങ്ങളുടെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഏറ്റുമുട്ടാൻ നമ്മെ സഹായിക്കും. ഇവിടെ എന്ന് വെച്ചാൽ വളരെ പെരിഫറലായിട്ട് പല കാര്യങ്ങളും നമ്മൾ നിൽക്കുമ്പോൾ അവിടെ നമ്മൾ ലൈഫുമായിട്ട് നേർക്ക് കാഴ്ചകളാണ്. പ്രധാനം എന്ന് തോന്നുന്ന പല കാര്യങ്ങളും അവിടെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞില്ല, അവിടെ ഞാൻ ഉഗാണ്ടൻ മാറ്റേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പ്രൊഫസറായിരുന്ന എൻ്റെ സീനിയർ 3 PhD കഴിഞ്ഞതാ. ബട്ട് വാട്ട് എ സിമ്പിൾ മാൻ. എന്ത് സിമ്പിളാണെന്നറിയാവോ? നമ്മളിപ്പോൾ സാറിൻ്റെ അടുക്കൽ ചെന്നാൽ സാറിൻ്റെ ചെയർ മാറ്റി സിസ്റ്റർ സോജ യു ഹാവ് ടു സിറ്റ് ഡൗൺ എന്ന് പറയും. അപ്പം നമ്മൾക്ക് ഭയങ്കര ഞാനൊരു PG കഴിഞ്ഞിട്ടേ ഉള്ളൂ, എൻ്റെ ഇത്രയും ചെറിയ പ്രായമല്ലേ. എന്നാൽ കൂടെ അപ്പം അവരുടെയൊക്കെ മനസ്സിൻ്റെ വലിപ്പം. അപ്പം നമ്മൾ ഒത്തിരി കാര്യങ്ങൾക്ക് നമ്മൾക്ക് പച്ചയായ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഇടപെടാനായിട്ടൊരു മിഷൻ
ഒരു പ്രേക്ഷിത ലൈഫ് നമ്മളെ ഒത്തിരിയേറെ വളർത്തും. സിസ്റ്റർ പറയുന്നത് സത്യത്തിൽ ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് നമ്മൾ എത്രമാത്രം വലുതാവുന്നോ അത്രമാത്രം ചെറുതാകുമ്പോഴാണ് ശരിക്കും നമ്മൾ വലുതാവുന്നത്. അതാണ് സിസ്റ്റർ പറയുന്നത്. സിസ്റ്റർ അംഗമായിരിക്കുന്ന ദിവ്യകാരുണ്യ ആരാധനാ സന്യാസിനി സമൂഹം, അഭിവന്ദ്യ കുര്യാളശ്ശേരി പിതാവിൻ്റെ പേരൊക്കെ സിസ്റ്റർ ഇടയ്ക്ക് പരാമർശിക്കുകയുണ്ടായി. ആ സന്യാസിനി സമൂഹത്തെ പറ്റി, പ്രത്യേകിച്ച് ആരാധനയ്ക്ക് മുമ്പിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ദാഹിക്കുന്ന, ഞാൻ ആ വാക്കിന് ഉപയോഗിക്കും, ദാഹിക്കുന്ന കുറേ അമ്മമാരുടെ ഞാനിങ്ങനെയാണ് കാണുന്നത്. അതായത് നിങ്ങളെപ്പോലെയുള്ള ഈ സന്യാസിനിമാർ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ലോകത്ത് ഇപ്പോഴും ഇത്രയെങ്കിലുമൊക്കെ നന്മ, ഒത്തിരി തിന്മകളുണ്ടായിട്ടും ഒത്തിരി പ്രശ്നമുണ്ടായിട്ടും ഒത്തിരി നന്മ അവശേഷിക്കുന്നതിൻ്റെ പ്രധാന കാരണം മണിക്കൂറുകളോളം ആരാധനയ്ക്ക് മുമ്പിൽ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സന്യാസിനിമാരാണ്. പല കോൺഗ്രേഷനുള്ളവരായിരിക്കാം. സിസ്റ്ററിൻ്റെ കോൺഗ്രേഷനെ പറ്റി വളരെ പെട്ടെന്ന് പറയാമോ? 1908 ദിവ്യകാരുണ്യ ആരാധനാ സന്യാസിനി സമൂഹം ചങ്ങനാശ്ശേരിയിൽ ചമ്പക്കുളത്ത് രൂപം കൊള്ളുന്നത്. അപ്പം ഞങ്ങളുടെ സ്ഥാപിതാവ് ധന്യന്മാർ തോമസ് കുര്യാളശ്ശേരി പിതാവാണ്. ദൈവദാസി ശന്താളമ്മയാണ് ഞങ്ങളുടെ ആദ്യത്തെ അംഗം. 5 പേരുമായിട്ടാണ് തുടങ്ങുന്നത് സഭ. കാലിത്തൊഴുത്തിലാണ് അതിൻ്റെ ആരംഭം എന്ന് പറയുന്നത്, 5 പേരിൽ. അങ്ങനെ തുടങ്ങിയ സഭ ഇന്ന് 5000-ഓളം അംഗങ്ങളോടുകൂടി ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിൽ വ്യാപിച്ചു കിടക്കുകയാണ്. എന്താണോ കാലഘട്ടത്തിൻ്റെ ആവശ്യം അത് ദിവ്യകാരുണ്യനാഥൻ്റെ അടുക്കലിരുന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ചാണ് ആ ഒരു ദൈവ ശുശ്രൂഷയ്ക്കായി, ദിവ്യകാരുണ്യ ജീവിതത്തിനായി ഞങ്ങൾ ഇറങ്ങിപ്പെടുന്നത്. അപ്പോൾ പിതാവിൻ്റെ ഒരു വിഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെയായിരുന്നു: ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ഒരു കരയെ നമ്മൾ നവീകരിക്കണമെങ്കിൽ അവിടെ വിദ്യാഭ്യാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ പിതാവ് റോമിലായിരുന്നപ്പോൾ മാലാഖമാരെ പോലെ ആരാധിക്കുന്ന ക്ലോയിസ്റ്റേഡ് സിസ്റ്റേഴ്സിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് പിതാവിന് ഭയങ്കര ഒരു ഇൻസ്പിറേഷനായിരുന്നു. അപ്പോൾ എനിക്കും കന്യകകളായിട്ടുള്ള സ്ത്രീകൾ കേരളക്കരയിലും വേണം, എന്നിട്ട് കേരളത്തെ നവീകരിക്കണം, അത് പെൺപള്ളിക്കൂടങ്ങളിലൂടെ ആയിരിക്കണം. ഇതൊക്കെയായിരുന്നു പിതാവിൻ്റെ സ്വപ്നങ്ങൾ. അപ്പോൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഇന്നത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒത്തിരിയേറെ സിസ്റ്റേഴ്സ് പല മേഖലകളിലും വിദ്യാഭ്യാസം, ആതുര ശുശ്രൂഷ, പ്രത്യേകിച്ച് എറണാകുളം പ്രോവിൻസ് തുടങ്ങുന്നത് തന്നെ അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവാണ് ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിക്കുന്നത്. അങ്ങനെ പിതാവ് കൊരട്ടിയിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൊരട്ടി ഗേൾസ് സ്കൂളിലാണ് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് എറണാകുളത്തിൻ്റെ മേഖലകൾ എന്ന് നോക്കിയാൽ എയ്ഡ്സ് ബാധിച്ച ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒത്തിരിയേറെ സമർപ്പണത്തോടുകൂടെ ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനു വേണ്ടി ഫണ്ടും അല്ലെങ്കിൽ അതിനു വേണ്ടി സിസ്റ്റേഴ്സ് രാപകലില്ലാതെ അവർക്ക് ഭക്ഷണവും വസ്ത്രവും എല്ലാം മരുന്നും എല്ലാം എത്തിച്ചു കൊടുക്കാനായിട്ട്, അപ്പോൾ അതിനുവേണ്ടി ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ തോപ്പിലടുത്ത് തന്നെ ഞങ്ങൾക്കൊരു ഭവനമുണ്ട്, കാരുണ്യാശ്രമം എന്ന് പറഞ്ഞ് 25 കുട്ടികളെ ഞങ്ങൾക്ക് സ്ട്രീറ്റിൽ നിന്ന് കിട്ടുന്ന പെൺകുട്ടികളെ വിവാഹത്തിലേക്ക് എടുക്കാൻ കഴിഞ്ഞ ഞായറാഴ്ച കൂടെ നീനു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ വിവാഹമായിരുന്നു. അപ്പോൾ നമ്മൾ അവരെ ഒരു ജീവിതത്തിലേക്ക് കടത്തിവിടാനൊക്കെ ആയിട്ട് ഒത്തിരിയേറെ ശ്രമിക്കുന്നുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ ഈ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ നിന്ന് കിട്ടുന്ന ചൈതന്യത്തിൽ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയൊരു കരുതലിൻ്റെ. ഇനിയും ഈ നാട്ടിൽ ഇത്രയും കൊറോണയുടെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ മദർ ജനറൽ പറഞ്ഞൊരു കാര്യം ഇതാണ്: എല്ലാ ഭവനങ്ങളിലും പരസ്യ ആരാധന എഴുന്നള്ളിച്ച് വെച്ച് ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ മധ്യസ്ഥത വഹിക്കുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേകുന്ന ഒരു കൂട്ടം സന്യാസിനികൾ. ഈ ചൈതന്യമാണ് ഇവരെ ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് സഭയിൽ ശുശ്രൂഷ ചെയ്യാൻ പ്രാപ്തമാക്കുന്നത്. സിസ്റ്റർ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു സന്യാസിനിയാണ്. വളരെ തീക്ഷ്ണതയോട് കൂടിയിട്ട് കുട്ടികൾക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ സേവനം ചെയ്യുന്ന ഒരു അധ്യാപികയാണ്. നമുക്കറിയാം ഒത്തിരി നല്ല ദൈവവിളികൾ, കാമ്പുള്ള ദൈവവിളികൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും നല്ല ദൈവവിളികൾ ഉണ്ടാകുന്നു. ഈ യുവാക്കളോട്, ദൈവവിളി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവരോട് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു സന്യാസി എന്ന രീതിയിൽ തന്നെ, ഒരു ചേച്ചി എന്ന രീതിയിൽ എന്താണ് സിസ്റ്ററിന് പറയാനുള്ളത്? അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇന്ന് നമ്മൾ പല കാര്യങ്ങളും മീഡിയാസിലൂടെയും സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഒത്തിരിയേറെ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നുണ്ട് സന്യാസത്തെ അല്ലെങ്കിൽ പൗരോഹിത്യത്തേക്ക്. പക്ഷേ ഞാനത് ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, അവരാരും തുറന്നു കാണിക്കുന്നതല്ല യഥാർത്ഥ സന്യാസം. സന്യാസം എന്തെന്ന് ജീവിക്കുന്നത്, അതിൻ്റെ മാധുര്യം അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക്, ഇപ്പം ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്തതുപോലെ, അതിൻ്റെ ഡീപ്നെസ് എന്താണ്, അതിൻ്റെ സന്തോഷം എന്താണെന്ന് എനിക്ക് വാക്കുകളിലൂടെ അത് കെവിനെ പോലും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല.
ബിക്കോസ് ഐ എം എക്സ്പീരിയൻസിങ്. അത് എത്രമാത്രം ആഴപ്പെട്ടതാണെന്ന് അതൊരു പേഴ്സണലാണ്. അപ്പോൾ ആ ഒരു ടച്ച് കിട്ടിക്കഴിയുമ്പോഴേ നമുക്കതിൻ്റെ ഡീപ്പ്നെസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അത് പുറത്തു നിൽക്കുന്ന നോക്കുന്ന ഒരാൾക്ക് അതൊരിക്കലും അത് എത്രമാത്രമാണെന്ന് വാക്കുകളിലോ എഴുതി പിടിപ്പിക്കാനോ അല്ലെങ്കിൽ അത് ഒരു തരത്തിലും അതിനെ പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പം ആ ഒരു അനുഭവം എന്ന് പറയുന്നത് ജീവിക്കുന്ന, അത് സന്തോഷത്തോടു കൂടെ ഏറ്റെടുക്കുന്ന വ്യക്തിക്ക് മാത്രം കിട്ടുന്ന ഒരു അനുഭവമാണ്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ യുവതിയുവാക്കളോട് സിസ്റ്ററിന് പറയാനുള്ള ഒരു കാര്യം ഇതാണ്: സന്തോഷത്തോടു കൂടെ ദൈവം തന്ന വിളിയിൽ മുന്നോട്ട് തന്നെ പോവുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തും. ഇന്നുവരെ നമ്മെ താങ്ങിയൊരു തമ്പുരാൻ നാളെയും നമുക്കായി പൊരുതും. അവനാകട്ടെ നമ്മുടെ ചങ്ക് എന്നുള്ളൊരു സന്ദേശമാണ്. വലിയ സന്തോഷമുണ്ട് സിസ്റ്ററിൻ്റെ ഈ വാക്കുകൾ. ഭയങ്കര പവറുണ്ട് സിസ്റ്ററിൻ്റെ വാക്കുകൾക്ക്. അതിനപ്പുറം ഒരു ആനന്ദമുണ്ട് ആ വാക്കുകൾക്ക്. ഞാൻ അതിനോട് കൂട്ടിച്ചേർന്നൊരു ആകാംക്ഷയുള്ളൊരു ചോദ്യമാണ്. സിസ്റ്റർ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞായിരുന്നു, ഒന്ന് റിഫൈൻ ചെയ്യപ്പെടാൻ, ഒന്ന് പെർസെപ്ഷനൊക്കെ മാറാൻ എല്ലാവരും ഒന്ന് മിഷന് പോകുന്നല്ല എന്ന് പറഞ്ഞായിരുന്നു. ഇനി ഒന്നോടെ ഒന്ന് മിഷന് പോകാനുള്ള അവസരം കിട്ടുവാണെങ്കിൽ എന്തായിരിക്കും സിസ്റ്ററിൻ്റെ റെസ്പോൺസ്? തീർച്ചയായിട്ടും ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ അധികാരികളോട് ഞാൻ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. വീണ്ടും ഒരു മിഷൻ വിളിക്ക് എനിക്ക് ദൗത്യം ഏറ്റെടുക്കാനായിട്ട് ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ 100% മനസ്സോടുകൂടെ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉറപ്പായിട്ടും അധികാരികളെ ഏൽപ്പിക്കുന്ന അല്ലെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്ന എന്ത് തന്നെ ആയാലും അത് ചെയ്യാൻ സാധിക്കട്ടെ. നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് ദിവ്യകാരുണ്യത്തെ പറ്റിയാണ് ചോദിക്കാനുള്ളത്. എത്രമാത്രം വളരെ ഭംഗിയായി ഒന്ന് ചോദിക്കുകയാണെങ്കിൽ, ഹൗ മച്ച് യു ആർ അഡിക്റ്റഡ് ടു ദിസ് ബ്ലെസ് സാക്രമെൻറ്റ്? ഇത്രയും അധികം ലഹരി തരുന്നതാണോ ഈ ദിവ്യകാരുണ്യം? തീർച്ചയായിട്ടും ഇത് അനുഭവിക്കുമ്പോഴേ നമുക്കറിയാവുള്ളൂ. പരിശുദ്ധ കുർബാനയിൽ തുടങ്ങി ദിവ്യകാരുണ്യ ആരാധനയിൽ തീരുന്ന ഓരോ ദിവസത്തെയും ആ ഷെഡ്യൂൾ എന്ന് പറയുന്ന ഒരു ദിവ്യകാരുണ്യ ആരാധനയെ സന്യാസിനി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ആരാധനാ സന്യാസിനിയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ തീഷ്ണതയോടുകൂടി ജീവിക്കാനായിട്ട് നമുക്കൊരു ശക്തിയും പ്രേരണയും തരുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കോവിഡിൻ്റെ ആണെങ്കിലും സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. നമ്മളൊരു ടൗണിലെ സ്കൂളൊക്കെ ആകുമ്പോൾ പലപ്പോഴും ഒത്തിരി സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂസ് നമ്മൾക്ക് വരുന്നുണ്ട്. ഇതെല്ലാം സോൾവ് ചെയ്യാനുള്ള വലിയ കൃപ കിട്ടുന്നത് പരിശുദ്ധ കുർബാനയുടെ അടുക്കൽ നിന്നാണ്. അതുകൊണ്ട് കുർബാനയാണ് എൻ്റെ ശക്തി. കുർബാനയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം. പരിശുദ്ധ കുർബാന നമ്മളെ ഓരോ നിമിഷവും നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. സിസ്റ്റർ, ഏറെ സന്തോഷമായിരുന്നു കേട്ടോ സിസ്റ്ററിൻ്റെ കൂടെ. കാരണം സിസ്റ്ററിൻ്റെ ആ തീഷ്ണതയും സിസ്റ്ററിൻ്റെ സന്തോഷവും ഒക്കെ അത് വാക്കുകൾ മാത്രമുള്ളതല്ല, അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. നമ്മളോടൊപ്പം ആയിരുന്നു സിസ്റ്റർ സോജ. ഇന്നത്തെ കാലഘട്ടത്തിലെ ഒത്തിരി തീക്ഷ്ണതയുള്ള സന്യാസിനിമാരുടെ ഒരു പ്രതിനിധിയാണ്. ഒത്തിരി സഭയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന വലിയ ഒരു കൂട്ടം സന്യാസിനിമാരുടെ പ്രതിനിധിയാണ്. മിഷനിൽ പോയി ചെറുപ്പ കാലഘട്ടം കൊണ്ട് തന്നെ മിഷനിൽ പോയി ശുശ്രൂഷ ചെയ്ത് ഇന്നൊരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ട് സേവനം ചെയ്യുന്ന സിസ്റ്റർ. ഇനിയും ഒത്തിരി കാര്യങ്ങൾ ഈശോ ചെയ്യിപ്പിക്കട്ടെ. ദിവ്യകാരുണ്യനാഥൻ എപ്പോഴും കൂടെ ഉണ്ടാകട്ടെ. ലോകം മുഴുവനും വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അനേകം ദൈവവിളികൾ ഉണ്ടാകട്ടെ. സിസ്റ്ററിൻ്റെ പ്രവർത്തന മേഖലകൾക്കെല്ലാം എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. സിസ്റ്റർ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. വിളവിൻ്റെ നാഥൻ വിളിക്കുന്നു നിന്നെ, വലയെറിഞ്ഞണയുക നിങ്ങൾ. വിളവേറെയാണു കതിർ കൊയ്തെടുത്തിടാൻ വിശ്വസ്തരാവുക നിങ്ങൾ. തല ചായ്ക്കുവാനിടമില്ലാത്തവൻ ഞാൻ, തണലായി മാറുക നിങ്ങൾ. സുഖമേറെയേകില്ല ഈ വഴികളെങ്കിലും, ലഹരിയായി ഞാൻ നിന്നിലലിയും. കവചങ്ങളെല്ലാം വലിച്ചെറിയണം, നിമിഷ സുഖമല്ലിതു സത്യം. ശാശ്വതമാം നിത്യജീവനെ നേടുവാൻ സ്വയമഴിഞ്ഞിടുക നിങ്ങൾ. ശാശ്വതമാം നിത്യജീവനെ നേടുവാൻ സ്വയമഴിഞ്ഞിടുക നിങ്ങൾ.